അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാമത്തെ വാക്യം. അന്ന് കുളിർ ആവുകൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മളിവിടെ വായിക്കുവാനിടയായിട്ടുള്ളത്. യേശുവിനോട് കൂടെ നടക്കുകയും യേശുവിൻ്റെ വാക്കുകൾ അതേപടി അനുസരിക്കുകയും ചെയ്ത, യേശുവിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കപ്പെട്ട പത്രോസിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചാണ് നാം ഇപ്പം വേദഭാഗത്തിൽ നിന്ന് വായിച്ചത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വെളിപ്പാട് കണ്ട പത്രോസ്, പത്താട് സുവിശേഷം 16-ാമത്തെ വാക്യം വായിക്കും. അതുപോലെ തന്നെ നിത്യജീവൻ്റെ മൊഴികൾ ഉണ്ട് എന്ന് പറഞ്ഞത് യേശുക്രിസ്തു മരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ മരിക്കുവാൻ തയ്യാറായവൻ, മാത്രമല്ല ക്രിസ്തുവിനോട് കൂടെ തടവിലാക്കുവാൻ തയ്യാറായവൻ. ഈ ദർശനമെല്ലാം പ്രാപിച്ച പത്രോസ് ഇപ്പോൾ എവിടെയാണ്? നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നമ്മളെ ഇങ്ങനെ വായിക്കുന്നു. അന്ന് കുളിർ ആകൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോട് കൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. അതെ, നമുക്കറിയാം, നമ്മുടെ കണ്ണുകളെ കാണുവാൻ പലതും സാത്താൻ കൊണ്ടുവന്നതിനെ വിചിന്തനം ചെയ്യാം. തള്ളിപ്പറഞ്ഞ കനൽ, അല്ലെങ്കിൽ പിന്മാറ്റത്തിൻ്റെ കനൽ. ഈ കനൽ പിശാചിനെയും ലോകത്തെയും കാണിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-55 വാക്യത്തിൽ വായിക്കുന്നു. പത്രോസ് അകലം വിട്ടു നടന്നു. ഈ അകലം വിട്ട് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ വീഴുവാൻ തക്കവണ്ണം ഈ അകലം വിട്ട് നടക്കുമ്പോൾ വന്ന് വീഴുമ്പോൾ അവൻ നിൽക്കുന്ന സ്ഥാനം ഈ കനലിൻ്റെ അടുക്കലാണ്. അപ്പോൾ ഈ കനൽ എന്തിനെ കാണിക്കുന്നറിയാമോ? ഈ കനൽ കൂട്ടായ്മയുടെ തടസ്സത്തെ കാണിക്കുകയാണ്. ഈ പത്രോസ് അകലം വിട്ട് നടന്നു കഴിഞ്ഞ് ഈ കനലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ഈ കനൽ തെറ്റായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന കനലാണ്. മാത്രമല്ല, ഈ കനൽ കർത്താവിനെ തള്ളിപ്പറയുന്ന കനൽ. ഈ കനൽ എന്ന് പറഞ്ഞാൽ കരച്ചിലിൻ്റെ സ്ഥലമുള്ള കനൽ. ദൈവീയ വേലയിൽ നിന്നും വേർതിരിയുന്ന കനൽ. അത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാണ്. കാരണം ഒരു കാലത്ത് വെളിപ്പാട് കണ്ടവൻ, ദർശനം കണ്ടവൻ, മരിപ്പാൻ തയ്യാറായവൻ ഇപ്പോൾ ഇതാ പിന്മാറ്റത്തിൻ്റെ കനലിൻ്റെ അടുക്കൽ വരികയും ഉള്ളങ്ങളെ നല്ലവണ്ണം അറിയുന്നവനായ കർത്താവ് ഇതാ പത്രോസിനെ വേറൊരു കനലിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം.
കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലിനും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അതെ, കർത്താവ് ഒരുക്കിയ കനൽ അവർക്കൊരു മടങ്ങിവരവിൻ്റെ കനലായിരുന്നു, സ്നേഹത്തിൻ്റെ കനലായിരുന്നു, തിരിച്ചറിവിൻ്റെ കനലായിരുന്നു, യഥാസ്ഥാനപ്പെടലിൻ്റെ കനലായിരുന്നു. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 21:15 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ പുനഃപ്രതിഷ്ഠയുടെ കനലായിരുന്നു. എൻ്റെ ഈ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ദൈവപൈതലേ, നീ ഇപ്പോൾ ഏത് കനലിൻ്റെ ഭാഗത്താണ്? പിന്മാറ്റത്തിൻ്റെ കനലിലാണോ, അതോ നീ അകലം വിട്ടാണോ നിൽക്കുന്നെങ്കിൽ ഇന്ന് കർത്താവ് വീണ്ടും നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ കനലിലേക്ക് അടുത്ത് വരുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയും ആ സ്നേഹത്തിൻ്റെ അടുക്കിലേക്ക്, ആ തിരിച്ചറിവിൻ്റെ അടുക്കിലേക്ക്, യഥാസ്ഥാനത്തിൻ്റെ അടുക്കിലേക്ക്, ഒരു പുനഃപ്രതിഷ്ഠ അടുക്കിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുവാനല്ല, ഒരു മടങ്ങി വരവ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അതിലേക്ക് മടങ്ങി വരിക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.